ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്രേക്ഷകരിൽ നിന്ന് പലപ്പോഴും ഫിനാൻഷ്യൽ പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ അതിന് ഞാൻ അവർക്ക് പേഴ്സണലായിട്ട് പലപ്പോഴും മറുപടിയും നൽകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വ്യൂവറിൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ച ഒരു ക്വസ്റ്റ്യന് ഉള്ള ഒരു ആൻസറായിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ IT സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു AI ഫ്രണ്ട് ആശയാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് ആശ നമ്മളോട് ചോദിക്കും. അതിനുള്ള ആൻസർ ഒരു പ്രസൻറ്റേഷൻ്റെ രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം ചോദിച്ച വ്യക്തിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള ഫൈനാൻസ് പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പല ഗോളുകൾ, ഫിനാൻഷ്യൽ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിന് എത്രയൊക്കെ എമൗണ്ടുകൾ എങ്ങനെയൊക്കെ അലോക്കേറ്റ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഒരു പ്രസൻറ്റേഷൻ മുഖാന്തരം ഇതിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ 35 വയസ്സുള്ള വിവാഹിതനായ ഒരു വ്യക്തിയാണ്. എനിക്ക് 5 വയസ്സുള്ള ഒരു മകളുമുണ്ട്. പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ മാസം ഏകദേശം 50,000 രൂപയോളം സേവ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് 25 ലക്ഷം രൂപയോളം ഉണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. അതിന് ഏകദേശം 30 ലക്ഷം രൂപയോളം ആവശ്യമായി വരും. ഇത് കൂടാതെ എന്റെ മകളുടെ ഹയർ എഡ്യൂക്കേഷൻ വേണ്ടിയിട്ട് 20 ലക്ഷം രൂപയും വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 30 ലക്ഷം രൂപയും വേണം. ഞാൻ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നത് കാരണം എനിക്ക് പെൻഷൻ ലഭ്യമല്ല. അതിനാൽ 60 വയസ്സിന് ശേഷം ഒരു സുരക്ഷിതമായ മാസ വരുമാനവും പ്രതീക്ഷിക്കുന്നു. ദയവായി ഇത് എങ്ങനെ പ്ലാൻ ചെയ്യുമെന്നുള്ള ഒരു ഉപദേശം തന്നാൽ നന്നായിരുന്നു. നമ്മുടെ ഈ സുഹൃത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സംശയമായിരിക്കാം. നിങ്ങൾ ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, സേവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഓരോ ഗോളുകൾ, ഫിനാൻഷ്യൽ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിന് പണം അലോക്കേറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇതേപോലെയുള്ള 100 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവാം. ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ ഞാനൊരു പ്രസൻറ്റേഷൻ്റെ രൂപത്തിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക, ഓരോ ഗോളിനും വേണ്ടിയിട്ട് എത്രയൊക്കെ എമൗണ്ടുകൾ അലോക്കേറ്റ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തണം, ഇതിനെല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾക്കും ഈ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഈ പ്രസൻറ്റേഷൻ കണ്ടു നോക്കൂ. ഈ പ്രസൻറ്റേഷനിൽ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ സുഹൃത്ത് ചോദിച്ച ക്വസ്റ്റ്യന് പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ നൽകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാൻ പറ്റുന്നത്. ഇത് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സൽ ഷീറ്റാണ്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസും യൂട്ടിലിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യനുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ആൻസറാണ് കൊടുക്കുന്നത്. ഇത് ഈ എക്സൽ ടെംപ്ലേറ്റിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡേറ്റ എൻട്രി ചെയ്യാനായിട്ടുള്ള പ്രൊവിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കറണ്ട് ഏജ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. 60ാമത്തെ വയസ്സിൽ അദ്ദേഹം റിട്ടയർ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റ് മന്ത്ലി സാലറി 70,000 രൂപ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതിൽ ആനുവൽ സാലറി ഇൻക്രീസ് ഒരു 10%, ഇൻഫ്ലേഷൻ 5%മായിട്ടുമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. പ്രസൻറ്റ് ഫാമിലി എക്സ്പെൻസസ്, ഒരു മാസം അദ്ദേഹത്തിനുള്ള എക്സ്പെൻസസ് 20,000വും മന്ത്ലി അദ്ദേഹം സേവ് ചെയ്യുന്നത് 50,000 രൂപയാണെന്നും അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് ഇപ്പോൾ 25 ലക്ഷം രൂപയോളം ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ 25 ലക്ഷത്തിൽ 5 ലക്ഷം രൂപ എമർജൻസി ഫണ്ടായിട്ട് ഞാനിവിടെ മാറ്റിവെക്കുന്നു. അപ്പോൾ എന്തെങ്കിലും അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ പൈസ യൂസ് ചെയ്യാവുള്ളൂ. ഇതിൽ വരുന്ന ബാലൻസ് 25 ലക്ഷത്തിൽ ബാലൻസ് വരുന്ന 20 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഹൗസ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു വീട് വാങ്ങുന്നതിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഡൗൺ പേയ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ട ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ചൈൽഡിൻ്റെ മാരേജിന് വേണ്ടിയിട്ട് 25 ലക്ഷം രൂപ വേണം. അത് 20 വർഷം കഴിഞ്ഞാണ് ആ പൈസ ആവശ്യമുള്ളൂ. ഈ എല്ലാ കമ്പ്യൂട്ടേഷനിലും 5% ആയിട്ടാണ് ഞാൻ ഇൻഫ്ലേഷൻ കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നടത്തുന്ന എല്ലാ നിക്ഷേപങ്ങൾക്കും 12% റിട്ടേൺസ് ലഭിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഹൗസ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് 30 ലക്ഷം വേണമെന്നാണ് പറഞ്ഞത്. 30 ലക്ഷത്തിന് ഒരു വീട് വാങ്ങുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ഓൾറെഡി 20 ലക്ഷം അതിന് വേണ്ടിയിട്ട് സേവ് ചെയ്തിട്ടുണ്ട്.
അത് 5 വർഷം കഴിയുമ്പോഴാണ് വീട് വാങ്ങേണ്ടത്. കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 15 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു. അത് 12 വർഷം കഴിഞ്ഞിട്ടാണ് ആ എമൗണ്ട് വേണ്ടി വരുന്നത്. റിട്ടയർമെൻറ്റിന് കോർപ്പസ്, അദ്ദേഹം പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പെർമനൻ്റ് ആയിട്ടുള്ളൊരു പെൻഷൻ ലഭിക്കുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു 1.5 കോടി രൂപ, അദ്ദേഹത്തിന് 60 വയസ്സാകുമ്പോൾ 1.5 കോടി രൂപ ലഭിക്കത്തക്ക രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തണം. അത് 30 വർഷത്തിന് ശേഷമാണ് ആവശ്യമുള്ളത്. ഹൗസിംഗ് ലോൺ റീപേയ്മെൻറ്റ്, ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഹൗസിംഗ് ലോണിൻ്റെ EMI ഒരുമിച്ച് അടയ്ക്കണം, അല്ലെങ്കിൽ ഹൗസിംഗ് ലോണിന് തിരിച്ചടയ്ക്കണമെങ്കിൽ അതിനൊരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 ലക്ഷം രൂപയുടെ കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും വെക്കേഷൻ പ്ലാനിങ്, അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഇന്ത്യക്ക് വെളിയിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ വെക്കേഷന് പോകണമെങ്കിൽ, വിസിറ്റിന് പോകണമെങ്കിൽ അതിനൊരു 5 ലക്ഷം രൂപ, അത് ഒരു 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പൈസ വേണ്ടത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഡേറ്റ നമ്മളവിടെ എൻട്രി ചെയ്തിരിക്കുന്നത്. ഈ ബേസിക് ആയിട്ടുള്ള ഡേറ്റ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ എത്രയൊക്കെയാണ് എമൗണ്ട് ആവശ്യം വേണ്ടി വരിക എന്നുള്ളത് ഇവിടെ കമ്പ്യൂട്ട് ചെയ്ത്, ഈ എക്സൽ തന്നെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് തരും. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞാനിവിടെ പറയുന്നു 5% ഇൻഫ്ലേഷനോട് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം, 10 വർഷങ്ങൾക്കോ 20 വർഷങ്ങൾക്കോ 30 വർഷങ്ങൾക്കോ ശേഷം ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കില്ല അന്ന് വേണ്ടി വരുന്നത്. ഇപ്പോൾ ഇൻഫ്ലേഷനോട് കൺസിഡർ ചെയ്യുമ്പോൾ വലിയൊരു എമൗണ്ട് അതിൽ വരാം. ഇപ്പോൾ ഈ ചൈൽഡിൻ്റെ മാരേജിന് തന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് 25 ലക്ഷമാണ്. പക്ഷേ അത് 20 വർഷം കഴിയുമ്പോൾ 5% ഇൻഫ്ലേഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ 66 ലക്ഷത്തോളം വരാം. അതേപോലെ തന്നെ വീട് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് 30 ലക്ഷമാണ്. ഈവൻ 5 വർഷം കഴിയുമ്പോൾ തന്നെ ആ 30 ലക്ഷം എന്ന് പറയുന്നത് 38 ലക്ഷത്തോളം വരാം. ചൈൽഡിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 15 ലക്ഷമാണ് അദ്ദേഹം ഇന്നത്തെ രീതിയിൽ വേണ്ടത്. അത് 12 വർഷം കഴിയുമ്പോഴത്തേനും ഏകദേശം 26 ലക്ഷത്തോളം വേണ്ടി വരാം. നിങ്ങളിവിടെ നോക്കുക, റിട്ടയർമെൻറ്റിൻ്റെ കോർപ്പസ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് 1.5 കോടി ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അത് 30 വർഷം കഴിയുമ്പോൾ ഈ 1.5 കോടിയുടെ വില എന്ന് പറയുന്നത് ഏകദേശം 6 കോടി 50 ലക്ഷം രൂപയോളം വേണ്ടി വരും. ഇന്നത്തെ 1.5 ലക്ഷം രൂപ അന്ന് 6.5 കോടി രൂപയോളം വേണ്ടി വരും. ഹൗസ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ EMI റീപേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 16 ലക്ഷത്തോളം അദ്ദേഹം ഉണ്ടാക്കേണ്ടതുണ്ട്. വെക്കേഷന് വേണ്ടിയിട്ട് 5 ലക്ഷം, 10 വർഷത്തിന് കഴിഞ്ഞാണ് വെക്കേഷൻ പോകുന്നതെങ്കിലും ഇന്നത്തെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ 5% ഇൻഫ്ലേഷൻ കണക്കാക്കിയാൽ 8 ലക്ഷം രൂപയോളം വേണ്ടി വരും. ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഹൗസ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഡൗൺ പേയ്മെൻ്റ് ആയിട്ടൊരു 20 ലക്ഷമുണ്ട്. 20 ലക്ഷം അദ്ദേഹം ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. ഈ കമ്പ്യൂട്ടേഷൻ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇദ്ദേഹം മന്ത്ലി ഓരോ ഗോൾ അച്ചീവ് ചെയ്യാൻ, ഇതെല്ലാം ഓരോ ഗോളുകളാണ്, ഇദ്ദേഹത്തിൻ്റെ ഓരോ ഫൈനാൻഷ്യൽ ഗോളുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫൈനാൻഷ്യൽ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിന് അദ്ദേഹം മന്ത്ലി നടത്തേണ്ട ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഇവിടെ കാണിക്കുന്നത്. ചൈൽഡിൻ്റെ മാരേജിന് വേണ്ടിയിട്ട് ഏകദേശം 7200 രൂപ ഓരോ മാസവും സേവ് ചെയ്യണം. ഹൗസ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഏകദേശം 3800 രൂപയോളം സേവ് ചെയ്താൽ മതി. കാരണം അദ്ദേഹം ഓൾറെഡി കുറേ എമൗണ്ട് സേവ് ചെയ്ത് കഴിഞ്ഞു. അതിനാലാണ് അതിൽ എമൗണ്ടിൽ കുറവ് വന്നിരിക്കുന്നത്. കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഏകദേശം 8800 രൂപ മന്ത്ലി സേവ് ചെയ്യണം. റിട്ടയർമെൻറ്റിൻ്റെ കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈ പറഞ്ഞ 6.5 കോടി രൂപ റിട്ടയർമെൻറ്റിൻ്റെ കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഏകദേശം 21,000 രൂപയോളം മാസം സേവ് ചെയ്യണം. ഹൗസിൻ്റെ EMI തിരിച്ചടയ്ക്കുന്നതിന് ഏകദേശം 7200 രൂപയോളം സേവ് ചെയ്യണം. വെക്കേഷൻ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഓരോ മാസവും അദ്ദേഹം 3600 രൂപയോളം സേവ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യൽ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിന് അദ്ദേഹം ഏകദേശം 50,000 രൂപയോളം ഓരോ മാസവും സേവ് ചെയ്യണം. അദ്ദേഹം ഓരോ മാസവും 50,000 രൂപ സേവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വർക്കൗട്ട് ചെയ്തപ്പോൾ ആ വിതിൻ 50,000 രൂപ ഓരോ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനും അതിന് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ട് എത്ര വരും എന്നുള്ള കാൽക്കുലേഷൻ്റെ ബേസിസിലാണ് മന്ത്ലി എമൗണ്ട് കൂടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഇതേ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയാൽ അദ്ദേഹം നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് 12% ആനുവൽ റിട്ടേൺസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ടാർഗറ്റുകൾ അല്ലെങ്കിൽ ഈ ഗോളുകളെല്ലാം വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. 12% ആനുവൽ റിട്ടേൺസ് നമുക്ക് ഇന്ന് ലഭിക്കണമെങ്കിൽ സാധാരണ ബാങ്കുകൾ നിക്ഷേപങ്ങളിൽ നിന്നോ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺസ് ലഭിക്കുന്ന നിക്ഷേപങ്ങളിൽ നിന്നോ നമുക്ക് ലഭിക്കുകയില്ല. ആ സാഹചര്യത്തിൽ അദ്ദേഹം ഇക്വിറ്റി മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപങ്ങൾ നടത്തേണ്ടി വരും. ഈ യൂട്ടിലിറ്റി സജസ്റ്റ് ചെയ്യുന്നത്
ഏകദേശം 30% ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളിലും 30% ലാർജ് ക്യാപ്പ് ഫണ്ടുകളിലും 20% ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടുകളിലും അദ്ദേഹത്തിന് ടാക്സ് സേവ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ വേണമെങ്കിൽ 10% ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീമുകളിലും 10% ഗ്യാരണ്ടീഡ് ആയിട്ട് റിട്ടേൺസ് ലഭിക്കുന്നത്, അതായത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടോ അതേപോലെ ഗ്യാരണ്ടീഡ് ആയിട്ട് റിട്ടേൺസ് ലഭിക്കുന്ന നിക്ഷേപങ്ങളിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ 50,000 രൂപ. ഈ ടെംപ്ലേറ്റിൽ ഇവിടെ കാണിക്കുന്നത് എങ്ങനെയാണ് വിശദമായിട്ട് ഓരോ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിനുള്ള കമ്പ്യൂട്ടേഷൻസ് ഇവിടെ നടത്തിയെന്നുള്ളതാണ് ഈ എക്സലിൽ വളരെ വിശദമായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് 6 കോടി രൂപ വേണമെന്ന് പറഞ്ഞു. ഇന്നത്തെ കണക്കിൽ 1.5 കോടി രൂപ 30 വർഷം കഴിയുമ്പോൾ 5% ഇൻഫ്ലേഷനോട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഏകദേശം 6.5 കോടി രൂപയോളം വരാം. അപ്പോൾ ഈ 6.5 കോടി രൂപ എങ്ങനെയാണ് നിക്ഷേപം നടത്തി അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യുന്നതെന്ന് നോക്കാം. കറണ്ട് ഏജ് 30 വയസ്സാണ്. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ഏജ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഇക്വിറ്റി പോലെയുള്ള റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നും മാറി സേഫ് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന് റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിലേക്ക് ഈ പണം മാറ്റേണ്ട ആവശ്യമുണ്ട്. ഞാൻ അസ്യൂം ചെയ്യുന്നത് അന്ന് അദ്ദേഹത്തിന് 7% റിട്ടേൺസ് ലഭിക്കുമെങ്കിൽ, മന്ത്ലി ലഭിക്കുമെങ്കിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ അസ്യൂം ചെയ്യുന്നു അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്ന മന്ത്ലി ഹൗസ് ഹോൾഡ് എക്സ്പെൻസസിനും മറ്റും സ്പെൻഡ് ചെയ്യുന്നത് 50,000 രൂപയാണ്. ഇൻഫ്ലേഷൻ 5% എന്ന് അസ്യൂം ചെയ്താൽ 30 വർഷങ്ങൾക്ക് ശേഷം, അതായത് അദ്ദേഹത്തിന് 60 വയസ്സാകുമ്പോൾ ഈ 50,000 രൂപയുടെ സ്ഥാനത്ത് ഒരു മാസം അദ്ദേഹത്തിന് ഏകദേശം 2,17,000 രൂപയോളം വേണ്ടി വരും. ഈ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് 95 വയസ്സ് വരെ കംഫർട്ടബിളായിട്ട് ഇതേ രീതിയിൽ ഇതേപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയാൽ കംഫർട്ടബിളായിട്ട് 95 വയസ്സ് വരെയും റെഗുലറായിട്ട് മന്ത്ലി അദ്ദേഹത്തിന് ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാം. അസ്യൂം ചെയ്യുന്ന 7% ഇൻട്രസ്റ്റ് ആണ്. ഇനി അതിലും കൂടുതൽ ഇൻട്രസ്റ്റ് ലഭിക്കാവുന്ന അല്ലെങ്കിൽ റെഗുലറായിട്ട് ഇൻകം കിട്ടാവുന്ന ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിക്ഷേപം നടത്തിയാൽ ഇതിൽ കൂടുതൽ എമൗണ്ട് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയിട്ട് ഈ എക്സൽ ടെംപ്ലേറ്റിൽ ഓരോ മാസവും വേണ്ട എമൗണ്ടുകൾ, ഓരോ മാസവും വിഡ്രോ ചെയ്യേണ്ട എമൗണ്ടുകൾ എത്രയാണെന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത 6.5 കോടി കോർപ്പസിൽ നിന്ന് ഓരോ മാസവും വിഡ്രോ ചെയ്യേണ്ടത് 2,16,000 രൂപ ആദ്യത്തെ മാസം, 2,17,000. ഇത് കൂടി വരും. കാരണം 5% ഇൻഫ്ലേഷനോട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 96 വയസ്സ് വരെയും ഞാൻ ഈ പറഞ്ഞ കമ്പ്യൂട്ടേഷൻ അനുസരിച്ച് വളരെ കംഫർട്ടബിളായിട്ട് ഓരോ മാസവും 5% ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ലഭിച്ചാലും അദ്ദേഹത്തിന് 96 വയസ്സാകുന്നത് വരെയും കറക്റ്റായിട്ട് എമൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ തന്നെ 60 വയസ്സിന് ശേഷം കുറച്ച് റിസ്ക് ഒക്കെ എടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം, അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ തന്നെ നിക്ഷേപങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ, മ്യൂച്വൽ ഫണ്ടുകളിലെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ഉപയോഗിച്ച് ഈ പണം അത് വളരെ ടാക്സ് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ഉപയോഗിച്ച് മന്ത്ലി ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ തന്നെ അതെങ്ങനെയാണ് അതിൻ്റെ കമ്പ്യൂട്ടേഷൻസ് വരുന്നതാണ് ഈ എക്സലിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഫൈനാൻസ് പ്ലാൻ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഗോളുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അയാളുടെ ഫൈനാൻസ് പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള കമ്പ്യൂട്ടേഷൻസുകളെല്ലാം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ഇന്ന് തന്നെ ഇതേപോലെയുള്ള കമ്പ്യൂട്ടേഷൻസുകൾ ചെയ്ത് ഓരോ ഗോളുകൾക്കും എത്രയാണ് നിങ്ങൾക്ക് വേണ്ട പണം, അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ, 15 വർഷം കഴിയുമ്പോൾ, 30 വർഷം കഴിയുമ്പോൾ ഓരോ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിന് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആവശ്യമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മുൻകൂട്ടി തന്നെ കമ്പ്യൂട്ട് ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. ഒരു ക്വറി ലഭിച്ചപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തിയാൽ, ഓരോ ഗോളും ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഗോളിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിക്ഷേപം നടത്തിയാൽ ഇതേ രീതിയിൽ വരാം എന്നുള്ള കമ്പ്യൂട്ടേഷനാണ് ഈ പ്രസൻറ്റേഷനിൽ കാണിച്ചിരിക്കുന്നത്. ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷനാണ്. അവരുടെ റിക്വയർമെൻറ്റ് ഡിഫറെൻ്റ് ആണ്, അവരുടെ ഗോളുകൾ ഡിഫറെൻ്റ് ആണ്, അവരുടെ ഏജ് ഡിഫറെൻ്റ് ആണ്, അവരുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് ഓരോരുത്തരുടെയും റിക്വയർമെൻറ്റ് അനുസരിച്ച് വേറെ കമ്പ്യൂട്ടേഷൻസുകൾ ചെയ്യേണ്ടതായിട്ട് വരും.
നമ്മുടെ ഈ സുഹൃത്ത് ചോദിച്ച ക്വസ്റ്റ്യന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ ഞാൻ നൽകിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം കൂടി ഞാനിത് ഓർമ്മിപ്പിക്കട്ടെ. ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ച ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് ചില സംശയങ്ങൾക്കുള്ള മറുപടികൾ മാത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ അല്ലെങ്കിൽ ഇതേമാതിരി അദ്ദേഹം ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യണമോ എന്നുള്ള കാര്യം ഞാനിവിടെ പറയുന്നില്ല. പ്ലാനിങ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുന്നേ തീർച്ചയായിട്ടും സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനറുടെയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയുടെ അഡ്വൈസ് ലഭിച്ചതിന് ശേഷം മാത്രം ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ നടത്തുക. ഒരു കാര്യങ്ങൾ കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല രീതിയിലുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്ങും അല്ലെങ്കിൽ പല രീതിയിലുള്ള ഗോളുകളുമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടെ സിറ്റുവേഷൻ സ്റ്റഡി ചെയ്ത്, അവരുടെ റിസ്ക് ആപ്പിറ്റേറ്റ് സ്റ്റഡി ചെയ്ത്, അവരുടെ റിക്വയർമെൻറ്റ് സ്റ്റഡി ചെയ്ത്, അവർ ഓരോ ഇൻഡിവിജ്വൽ ഫിനാൻഷ്യൽ ഗോളും സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമാണ് ഏത് രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്തണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.